ഇന്നത്തെ വീഡിയോ നമ്മൾ തമിഴ്നാട് ഫോളോവേഴ്സിനില്ല കേട്ടോ. നല്ലൊരു തമിഴ്നാട് രജിസ്ട്രേഷനിൽ ഒരു 4x4 മാനുവൽ ഫോർച്യൂണർ ആട്ടോ നമ്മൾ കാണിക്കാൻ പോകുന്നത്. മാനുവൽ ഇത് പ്രത്യേകം എടുത്ത് പറയാനൊരു കാരണമുണ്ട്. ഈ മോഡലിൽ ഏകദേശം വരുന്ന ഫോർച്യൂണറുകളൊക്കെ ഇപ്പോൾ നമ്മുടെ അടുത്ത് വന്നൊരു 75% ഫോർച്യൂണറുകളും ന്യൂ മോഡലിൽ വന്നത് ഫുൾ ഓട്ടോമാറ്റിക്കാണ്. ഇത് 4x4 മാനുവൽ ഫോർച്യൂണറാണ്. തമിഴ്നാട് രജിസ്ട്രേഷനിൽ ചെന്നൈ TN07 8888 എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഫാൻസി നമ്പറൊക്കെ ഉള്ള ഒരു കിടിലൻ ഫോർച്യൂണറാണ് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആകെ 72,000 കിലോമീറ്ററേ വണ്ടി ഓടിയിട്ടുള്ളൂ. ഇപ്പോൾ നമ്മളെ കേരളത്തിൽ തന്നെയുള്ള ആളുകൾക്ക് ചിലപ്പോൾ തമിഴ്നാട് പോലെ ബിസിനസ്സൊക്കെ ഉള്ള ആളുകൾക്കാണെങ്കിൽ തമിഴ്നാട് അഡ്രസ്സിൽ മാറി ഉപയോഗിക്കാം. എന്നാൽ കേരള വണ്ടിനെ സംബന്ധിച്ചിട്ട് നല്ല റേറ്റിൽ നല്ല ഡിഫറൻസ് ഉണ്ട്, നല്ല മാറ്റത്തിലാണ് കിട്ടുന്നത്. മിച്ചിലിൻ്റെ 4 ടയർ പുതിയതിട്ടിൻ്റെ അഭിപ്രായത്തിൽ കൂടുതൽ ഓടിയിട്ടില്ല. ഏകദേശം ചെറിയൊരു 5,000-10,000 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഈ 4 ടയറും പുതിയതിട്ടിട്ട് ഓടിയിട്ടുള്ളൂ. അതും മിച്ചിലിൻ്റെ തന്നെ നല്ല കടുപ്പത്തൻ ടയറുകളുണ്ട്. 2020 മാനുഫാക്ചറും 20 രജിസ്ട്രേഷനിലൊക്കെ വരുന്ന വണ്ടിയാണ്. ഇതിപ്പോൾ ഏകദേശം കേരള രജിസ്ട്രേഷൻ വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 30-35 ലക്ഷം റുപ്യേൻ്റെ ഉള്ളിൽ മാർക്കറ്റ് വരുന്ന വണ്ടിയാണ്. 2020 മോഡൽ ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇന്ന് അതേ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അല്ല നല്ലൊരു തമിഴ്നാട് രജിസ്ട്രേഷനിൽ തമിഴ്നാട് അഡ്രസ്സിലെ ആളുകൾക്ക് അല്ലെങ്കിൽ നമ്മൾ തമിഴ്നാടിലെ കസ്റ്റമേഴ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വന്ന് കൊണ്ടുപോയിക്കോളി. വെറും 28,75,000 റുപ്യക്ക് 2020 മോഡൽ വണ്ടിയാട്ടോ നമുക്ക് തരുന്നത്. നമ്മൾ നാട്ടിലത്തെ കേരള രജിസ്ട്രേഷൻ വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഈ മോഡലിൽ നമുക്ക് 2017 കിട്ടുള്ളൂ. ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഓരോ പോയിൻ്റ് ആളുകളെ കാണിക്കുക. എല്ലാ ഭാഗം കൊണ്ടും പക്കാ നീറ്റാണ്. ഇതിൻ്റെ സ്റ്റിയറിംഗ് ആണെങ്കിൽ ഡാഷ്ബോർഡ് ആണെങ്കിൽ പർവിൻ്റെ വരുന്ന ഭാഗങ്ങൾ ഫുള്ള് പക്കാ നീറ്റിൽ ഫുള്ള് ഷോറൂം സർവീസിൽ കറക്റ്റ് കണ്ടിന്യൂ ചെയ്ത് പോകുന്ന വണ്ടിയാണ്. ഈ ന്യൂ മോഡൽ ഫോർച്യൂണറിൽ മാനുവൽ വളരെ റയറായിട്ടുള്ളൂ കിട്ടാറുള്ളൂ. ഇതിനൊരു പ്രത്യേകതയുണ്ട്. മാനുവൽ ട്രാൻസ്മിഷനിൽ വരുന്ന വണ്ടികൾക്ക് ഓട്ടോമാറ്റിക്കിനെ സംബന്ധിച്ചിട്ട് മൈലേജിൽ ചെറിയ കൂടുതലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനി മാനുവൽ ട്രാൻസ്മിഷൻ മതിയെന്ന് പറഞ്ഞ് അന്വേഷിച്ച് നടക്കുന്ന നിങ്ങളെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുത്തോളി. മെക്കാനിക്കൽ സൈഡ് കൊണ്ടും ബാക്കി ഭാഗങ്ങളൊക്കെ ഫുള്ള് ഗ്യാരണ്ടിയാണ്. നിങ്ങൾക്ക് ടൊയോട്ടയിൽ നിങ്ങൾ പറയുന്ന ഏത് ഷോറൂമിലും കൊണ്ടുവന്ന് നമ്മൾ ഇട്ടുതരുന്നുണ്ട്. ഫുൾ എല്ലാ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ എടുത്താൽ മതി. ഇതിൽ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ഒരു സംഗതി ഉണ്ട് കേട്ടോ. ഇതിൻ്റെ മാനുവൽ ട്രാൻസ്മിഷനിൽ വരുന്ന റിവേഴ്സ് ഗിയർ സാധാരണ നമ്മൾ ഫസ്റ്റൊക്കെ ഇങ്ങനെ ഇടും, ഓവറായിട്ട് അങ്ങോട്ടൊന്ന് തള്ളിങ്ങാണ്ടിട്ട് കഴിഞ്ഞാലുള്ളൂ ഇത് റിവേഴ്സ് ഗിയർക്ക് ചാടുള്ളൂ. സാധാരണ നമ്മൾ നമ്മളെ സാധാ വണ്ടികളുടെയൊക്കെ റിവേഴ്സ് ഗിയർ വരിക നേരെ ആദ്യം ലെഫ്റ്റ് സൈഡിലേക്ക് തള്ളിയിട്ട് ഇങ്ങനെ അല്ല റിവേഴ്സ് ഗിയർ വരിക. ഇതിൽ ചില ആളുകൾക്ക് അറിയില്ല, ചിലപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. മാനുവൽ ഫോർച്യൂണർ ടെസ്റ്റ് ഡ്രൈവ് എടുക്കുന്ന സമയത്ത് കസ്റ്റമർ വന്നാണ്ട് റിവേഴ്സ് കുറേ ഇടാൻ നോക്കും, അപ്പോൾ അവർക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് 4x4 മാനുവൽ ഫോർച്യൂണർ പരിചയപ്പെടുത്തപ്പോൾ നിങ്ങളൊന്ന് കാണിച്ചതാണ്. അതേമാതിരി ഇതിൻ്റെ 4x4 വരിക ഇവിടെയാണ്. സാധാരണ മാനുവൽ ഓൾഡ് മോഡൽ ഫോർച്യൂണറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിന് സെപ്പറേറ്റ് ഒരു ലിവർ തന്നെ വരും. ഇതാണെന്നുണ്ടെങ്കിൽ ഇവിടെ ബട്ടണാണ് വരിക. സിമ്പിളായിട്ട് ആർക്കും മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഇതിൽ ഓഫും H4ഉം L4ഉം ഒക്കെ ഇതിനകത്ത് തന്നെ ഉണ്ടാവും. പുഷ് ചെയ്ത് കണ്ട് നമുക്ക് ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. പിന്നെ മെയിൻ്റനൻസ് ഫ്രണ്ട്ലി ആക്കാരം. ഓട്ടോമാറ്റിക്കിനെ സംബന്ധിച്ചിട്ട് മൈലേജ് ഈ വണ്ടിക്ക് കൂടുതലാക്കാരം. അപ്പോൾ ആവശ്യക്കാരൊക്കെ എത്രയും പെട്ടെന്ന് സഫാരി കാർസായിട്ട് കോൺടാക്ട് ചെയ്തോളൂ. താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്. 4x4 മാനുവൽ അന്വേഷിച്ച് നടക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.